ബ്രോയുടെ വിജയം. താങ്ക് യു മച്ചാനെ എന്നെ സ്നേഹിക്കുന്നതിന്. മുത്തേ, ഞാൻ വിജയിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. 5 പേർക്ക് അല്ലെങ്കിൽ 10 പേർക്ക് എന്നെ അറിയുമെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചിലപ്പോൾ എൻ്റെ അനിയനായിരിക്കും കേട്ടോ. അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അഫ്സൽ എന്നാണ് അവൻ്റെ പേര്. ഇന്ന് എൻ്റെ കൂടെ ഇല്ലട്ടോ, അവന് മരണപ്പെട്ടു. എൻ്റെ ചെറുപ്പത്തിലേ വീടിൻ്റെ അപ്പുറത്ത് ഒരു തോടുണ്ടാകുന്നു. എൻ്റെ അമ്മായിരെ കല്യാണം നടക്കുന്ന സമയത്ത് എല്ലാവരും കല്യാണ തിരക്കില് ഈ പന്നിച്ചക്കൻ എന്ത് നിന്നറിയോ, ഓടിച്ചെന്നിട്ട് തോട്ടിൽ അങ്ങോട്ട് വീണ് മരണപ്പെട്ടെന്ന്. ഇന്ന് അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവനക്ക് 30 വയസ്സ്, എനിക്ക് 32 വയസ്സ്. അണ്ണനാണേ, തമ്പിയാണേ. പക്ഷെ ഒരു ദിവസം ഞാനിവിടെ കുവൈറ്റിൽ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ്റെ രൂപത്തിൽ ഒരു സ്വപ്നം വന്നു. ഇക്ക, നിങ്ങൾ എന്തിനു മനുഷ്യ ഇങ്ങനെ തളർന്നിരിക്കുന്നു? ബാക്കിയുള്ളവർ മരിക്കാൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ബാക്കിയുള്ളവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക് എന്തെങ്കിലും തരൂ? ബാക്കിയുള്ളവന്മാർ ഒരു കോണയം തരൂല. എൻ്റെ ഇക്കാക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് ഇക്ക അത് ചെയ്യാം. ഇക്കാക്ക് വേണ്ടി സപ്പോർട്ടിന് അനിയനോട് ഉണ്ട് അല്ല പിന്നെ, അത്രേ ഉള്ളൂ. ശരിയല്ലേ? ബാക്കിയുള്ളവന്മാർ നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊട്ട ചെയ്തിട്ടുണ്ടെങ്കിലും പലതും പറയും. ബാക്കിയുള്ളവരുടെ അഭിപ്രായം തൽക്കാലം ഞാൻ എടുക്കുന്നില്ല. എൻ്റെ അനിയനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചിട്ടാ. അവനക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഞാൻ എന്നാലും ലൈഫിൽ ചെയ്യും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ.